എന്താണ് സംഭവിച്ചത്? എപ്പോഴായിരുന്നു സംഭവം? അതായത് ഒരു 5 മണിക്കും 5:30ക്കും ഇടയ്ക്കാണ് സംഭവം സംഭവിക്കുന്നത്. ഇടിമിന്നലേറ്റതാണ്. ഇവർ ബോധമില്ലാതെ കിടക്കുമായിരുന്നു. അങ്ങനെ കടന്നുകൊണ്ടാണ് ആളുകൾ ശ്രദ്ധിച്ചത്. കുറേ നേരമായിട്ടും അങ്ങനെ തന്നെ കിടക്കുകയായതുകൊണ്ട് ആളുകൾ ശ്രദ്ധിച്ച് താഴോട്ട് ചെന്നു. അതായത് റോട്ടിൽ നിന്നൊരു 100 മീറ്റർ താഴെയാണ് ഇവർ നിൽക്കുന്നത്. അങ്ങോട്ട് ചെന്ന് അവിടെ ചെന്ന് ആളുകൾ ഇവരെ പെട്ടെന്ന് വന്ന് ആംബുലൻസ് വിളിച്ചു. അതിൽ കൊള്ളുന്ന ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പേരൊക്കെ അതിനകത്ത് കൊണ്ടുള്ളൂ. ബാക്കിയുള്ള ആളുകളെ തൊട്ടടുത്ത് ജീപ്പ് കാര്യങ്ങളിലൊക്കെ ആയിട്ട് ഒന്ന് എൻ്റെ ജീപ്പിലും പിന്നെ ഒന്ന് വേറൊരാളൊരു ജീപ്പിലുമായിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. കുരങ്ങൻചോല എന്ന് പറയുന്ന സ്ഥലത്താണ്. കുരങ്ങൻചോല 15 ഹിൽസ്, അവിടെ ഒരു നിരപ്പ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു തെങ്ങുതോട്ടമാണ്, ഒരു പാറയും കാര്യങ്ങളൊക്കെ. കുട്ടികളൊക്കെ ഈ ഈവനിങ് വരുന്ന സ്ഥലമാണല്ലേ സാധാരണ? ആളുകൾ സാധാരണ ഈവനിങ് വരാറുണ്ട് അവിടെ. നിങ്ങൾ കണ്ടത് ഇവര് താഴെ വീണ് കിടക്കുന്നതാണോ? കിടക്കുന്നതായിട്ടാണ് കണ്ടത്. 7 പേരാണോ മൊത്തം ഉണ്ടായിരുന്നത്? മൊത്തം 7 പേരാണ് ഉണ്ടായിരുന്നത്. അപ്പം ഞങ്ങളവിടെ 6 പേരെ കണ്ടുള്ളൂ. അതിന് ശേഷം പിന്നെ ഇവിടെ ആൾക്ക് ബോധം വന്നപ്പോഴാണ് പറഞ്ഞത് ഞങ്ങൾ 7 പേരുണ്ടെന്ന്. അതിൽ പിന്നെ അവിടെ വിളിച്ചു പറഞ്ഞ് തപ്പിച്ച് അങ്ങനെയാണ് ഒരാളെ കിട്ടിയത്. പിന്നെ നിങ്ങളെ വാഹനത്തിലാണ് ആശുപത്രിയിലേക്ക്? ആംബുലൻസ് ഉണ്ടായിരുന്നു, ഒരു ആംബുലൻസ് ഉണ്ടായിരുന്നു. അതിൽ കൊള്ളുന്ന ആളുകൾ അതിൽ കൊണ്ടുവന്നു. അല്ലാത്ത 2 വണ്ടിയിലായിട്ടാണ് കൊണ്ടുവന്നത്. ഒന്ന് എൻ്റെ വണ്ടിയിൽ പിന്നെ വേറൊരു ജീപ്പിലായിട്ടാണ് കൊണ്ടുവന്നത്. വീണ് കിടക്കുന്ന സമയത്ത് തന്നെ അവർക്ക് ബോധം ഉണ്ടായിരുന്നല്ലേ? കൈയൊക്കെ നല്ല ഐസായിട്ടായിരുന്നു. മഴയുടെ ആയിരിക്കാം. നല്ല ശബ്ദത്തോടു കൂടിയുള്ള ഇടമിന്നലായിരുന്നു ആ സ്ഥലത്തുണ്ടായിരുന്നു. മങ്കട മൊത്തം പല സ്ഥലങ്ങളിലുണ്ടായിരുന്നു. ഈ കുട്ടികളൊക്കെ നമ്മുടെ പ്രദേശത്തുള്ള ആളുകൾ തന്നെയാണോ? അവിടെ അടുത്തൊരു 3 കിലോമീറ്റർ ചുറ്റളവിലുള്ള ആളുകളാണ്. ഇതിൽ നിങ്ങൾ ആദ്യം പോലീസിനെ വിളിച്ച് പോലീസ് വരാൻ തയ്യാറായില്ല എന്നൊക്കെ പറഞ്ഞു. അതെന്താ സംഭവം? പോലീസിനെ വിളിച്ച വേറൊരാളാണ്, ഞാനല്ല വിളിച്ചത്. നിങ്ങൾ എത്ര പേര് ചേർന്നിട്ടായി കുട്ടികളെ ആശുപത്രിയിൽ? 5 പേരൊക്കെ ഉണ്ടായിരുന്നു. ഇതിൽ കൂട്ടത്തിൽ ഒരു കുട്ടിയാണോ നിങ്ങൾ അറിയിച്ചത് അവര് പ്രശ്നം ഉണ്ടായി എന്നുള്ളത്? അതോ? അതെ, ഒരു കുട്ടി വന്ന് പറഞ്ഞു, ഒരു ബൈക്കിന് വന്നിട്ട് പറയുന്നത് ചേട്ടാ വണ്ടി ഒന്ന് എടുക്ക്. അതായത് അവിടെ ഉണ്ടായിരുന്ന ഒരു കുട്ടി വന്നിട്ട് പറഞ്ഞു അവിടെ എന്തോ പറ്റിയിട്ടുണ്ടെന്ന് ചെന്ന് നോക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ ചെന്ന് നോക്കുന്നത്. കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു കുട്ടിയായിരുന്നു? അല്ല, ആ കൂട്ടത്തിലല്ല. അതായത് അവിടെ ഉണ്ടായിരുന്ന ഒരു കുട്ടി താഴെങ്ങാണ്ട് പോയപ്പോൾ കണ്ടതാണ്. അവനാണ് ഞങ്ങളുടെ തോടി എന്ന് പറഞ്ഞത്. ചേട്ടാ ഒന്ന് ചെന്ന് നോക്കാൻ പറഞ്ഞ ആ കുട്ടിയാണ്. മരണം സംഭവിച്ചിരുന്നു തോന്നുന്നു. 2 പേര് അവിടെ നിന്ന് തന്നെ ഓൾറെഡി നല്ല ബോഡിയൊക്കെ നല്ല തണുത്തിട്ട് തന്നെയായിരുന്നു, മിണ്ടുന്നില്ലായിരുന്നു. മഴ ഉണ്ടായിരുന്നോ? ഇടിമിന്നലോടുകൂടിയ മഴ ഉണ്ടായിരുന്നു. സ്മൃതി അതാണ് രക്ഷാപ്രവർത്തനം നടത്തിയ യുവാവാണ് നമ്മളോട് സംസാരിച്ചത്. അദ്ദേഹം അക്കാര്യം വിശദമായി തന്നെ സംസാരിക്കുന്നുണ്ട്. 7 വിദ്യാർത്ഥികളുണ്ടായിരുന്നു. അതിൽ ഇടിമിന്നലേറ്റുകൊണ്ട് കുട്ടികൾ ബോധക്ഷയം സംഭവിച്ചവിടെ കിടക്കുന്നു. ആ മേഖലയിലുണ്ടായിരുന്ന മറ്റൊരു കുട്ടിയാണ് ബൈക്കിലെത്തി തൊട്ടു താഴെയുണ്ടായിരുന്ന യുവാക്കളോട് കാര്യം പറയുന്നത്. നാട്ടുകാരായിട്ടുള്ള യുവാക്കളോട് കാര്യം പറയുന്നു. അവർ ഉടനെ തന്നെ ആ കുന്നിൻ മുകളിലേക്ക് പാഞ്ഞു കയറി. ആ ഒരു ഘട്ടത്തിൽ തന്നെ ഈ താഴെ വീണ് കിടക്കുന്ന കുട്ടികളെ കയ്യിലെടുത്തുകൊണ്ട് താഴേക്ക് ഓടി വന്ന് അവിടെ ഉണ്ടായിരുന്ന വാഹനങ്ങളൊക്കെ തന്നെ സംഘടിപ്പിച്ചുകൊണ്ടാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിന് മുൻപ് തന്നെ അതിൽ 4 വിദ്യാർത്ഥികളുടെ മരണം സംഭവിച്ചിരുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടപ്പെടുത്തുന്ന കാര്യം. അത് ഏറെ ദുഷ്കരമായിരുന്നു അവർ ആശുപത്രിയിലേക്ക് എത്തിച്ച സമയം എന്നുള്ളതാണ്. കാരണം ഒരു ചെരിഞ്ഞ പ്രദേശം പോലെയുള്ളൊരു ഇടമാണിത്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും ബോധക്ഷരായി കടന്നിരുന്ന വിദ്യാർത്ഥികളെ താഴേക്ക് എത്തിക്കുക എന്നുള്ളത് ഏറെ ദുഷ്കരമായിട്ടുള്ളൊരു കർത്തവ്യം കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ അത് ഏറെ നേരമെടുത്തു ആശുപത്രിയിലേക്ക് എത്തിക്കാൻ എന്നുള്ളതാണ് ഇവർ നമ്മളോട് പറയുന്നത്. എന്തായാലും പരിക്കേറ്റ 3 പേരെ ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുണ്ട്. ഇപ്പോൾ ചികിത്സയിൽ അവർ തുടരുകയാണ്. ഇപ്പോൾ മഞ്ചേരി മുനിസിപ്പൽ ചെയർമാൻ എന്താണ് പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ ഏടിയമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. നടപടിയിലേക്ക് പോകാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ബോഡി ഇപ്പോൾ ആദ്യം നമ്മൾ മോർച്ചറിയിലേക്ക് മാറ്റുകയാണല്ലോ വേണ്ടത്. അതിൻ്റെ പ്രാരംഭ നടപടികൾ. പിന്നെ 2-3 പേര് ഇപ്പോൾ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ സ്ഥിതി കൂടി സാഹചര്യം കൂടി നോക്കേണ്ടതുണ്ട്. പരിക്കേറ്റ് ചികിത്സയിലുള്ളവരുടെ ആരോഗ്യനില എന്താണ്? അതോ 1-2 പേരെ മാറ്റേണ്ടി വരുന്നതാണ് പറയുന്നത്. എത്രത്തോളം എന്ന് പറയാൻ വയ്യ. ഏതായാലും ഇത് മോർച്ചറിയിലേക്ക് വെച്ചതിന് ശേഷം പിന്നീട് എന്താ എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കാം. വിദഗ്ധ ചികിത്സക്ക് മറ്റു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ടി മാറ്റേണ്ട സാഹചര്യമുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റണം എന്നുള്ളതാണ് ചില ബന്ധുക്കൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതിനിപ്പോൾ ബോഡി മോർച്ചറിയിലേക്ക് മാറ്റിയതിന് ശേഷം ആലോചിക്കാവുന്നതാണ്. അത് സംസാരിച്ചുകൊണ്ടിരിക്കണം. മാറ്റി പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള പൂർത്തിയാക്കിയതിനു ശേഷം. അതെ, അല്ല റെഫർ ചെയ്യേണ്ട കേസുകളാണെങ്കിൽ ഇപ്പോൾ തന്നെ റെഫർ ചെയ്യണം എന്നുള്ളത് നമ്മൾ പറയാൻ പോകും. കാരണം അതല്ലാതെ വേറെ കാര്യങ്ങളില്ലല്ലോ. അതാണ് മഞ്ചേരി മുനിസിപ്പൽ ചെയർമാൻ വല്ലാഞ്ചിറ മജീദാണ് നമ്മളോട് സംസാരിച്ചിട്ടുള്ളത്. പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികളെക്കുറിച്ചാണ് അദ്ദേഹം നമ്മളോട് സംസാരിച്ചിട്ടുള്ളത്. നിലവിൽ ചികിത്സയിലുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമാണ്. അവരെ ആശുപത്രിയിൽ എത്തിച്ച ഘട്ടം തന്നെ, അതായത് ഈ ആംബുലൻസിൽ കയറ്റിയ ഘട്ടം മുതൽ തന്നെ അവർക്ക് CPR നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ട്. ശരീരത്തിലാകമാനം അവർക്ക് മുറിവേറ്റിട്ടുണ്ട്. നേരത്തെ ഒരു വിദ്യാർത്ഥിയെ ഇവിടെ ആംബുലൻസിൽ നിന്നും ഇറക്കിയ കാഴ്ചയൊക്കെ തന്നെ അത്രത്തോളം സങ്കടപ്പെടുന്ന ദയനീയ കാഴ്ച തന്നെയായിരുന്നു. ആ വിദ്യാർത്ഥിയെ ഉൾപ്പെടെ ഈ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിലവിൽ ഇവിടെ ചികിത്സയിൽ തുടരുകയാണ്. നേരത്തെ മുനിസിപ്പൽ ചെയർമാൻ പറഞ്ഞതുപോലെ തന്നെ വിദഗ്ധ ചികിത്സ അനിവാര്യമാണെങ്കിൽ
അതിനുവേണ്ട സംവിധാനങ്ങൾ ഒരുക്കുമെന്നുള്ളതാണ് പറയുന്നത്. മരണപ്പെട്ടവരുടെ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ ഇനി പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും ബന്ധുക്കൾക്ക് വിട്ടു നൽകുക. സുഹൃത്തുക്കളായിട്ടുള്ള 7 വിദ്യാർത്ഥികൾ അവർ ഒരുമിച്ച് ഒരു സായാഹ്നം ചിലവഴിക്കുന്നതിന് വേണ്ടി പോയി. അതൊരു വലിയ ദുരന്തമായി മാറുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും സങ്കടപ്പെടുത്തുന്ന കാര്യം. നേരത്തെ രക്ഷാപ്രവർത്തനം നടത്തിയ ആദ്യഘട്ടത്തിൽ ഓടിയെത്തിയ യുവാവൊക്കെ തന്നെ നമ്മളോട് ആ സാഹചര്യത്തെക്കുറിച്ച് നമ്മളോട് വിവരിച്ച് നമ്മൾ കേട്ടതാണ്. അത്രത്തോളം സങ്കടപ്പെടുത്തുന്ന ദയനീയ സാഹചര്യം തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. കാരണം അത്ര വലിയ ശബ്ദത്തോടു കൂടിയുള്ള ഇടിമിന്നൽ അത് തന്നെയാണ് മങ്കടയിൽ ഉൾപ്പെടെയുള്ള സമീപ പ്രദേശങ്ങൾ ഉൾപ്പെടെ ആ സമയത്ത് അനുഭവപ്പെട്ടിരുന്നത്. അത് സ്വാഭാവികമായിട്ടും ഉയർന്ന മേഖലയായതുകൊണ്ട് തന്നെ ആ ഭാഗത്തുണ്ടായിരുന്ന കുട്ടികളെ കാര്യമായി ബാധിച്ചു. അവരുടെ ആന്തരിക അവയവങ്ങൾക്കുൾപ്പെടെ പരിക്ക് സംഭവിച്ചത് തന്നെയാകാം മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് കണക്കാക്കുന്നത്. ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിന് മുൻപ് തന്നെ അവരുടെ മരണം സംഭവിച്ചു എന്നുള്ളതാണ്. അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പാകത്തിലുള്ള ഇടപെടൽ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ആ ഒരു ഘട്ടത്തിൽ തന്നെ നടത്തിയിരുന്നു. തുടർച്ചയായിട്ട് CPR-കൾ നൽകിയിരുന്നു. പ്രാഥമിക ചികിത്സാ സൗകര്യങ്ങൾ പോലെയുള്ള സംവിധാനങ്ങൾ തുടർച്ചയായിട്ട് നൽകിയിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചില്ല. 4 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ഇതിൽ ചില വിമർശനങ്ങളൊക്കെ തന്നെ അവിടെയുള്ള പോലീസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾക്കെതിരെ നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. കാരണം അത്രയധികം ദുഷ്കരമായിട്ടുള്ളൊരു പ്രവൃത്തിയിൽ ഒരു തരത്തിലുള്ള സഹായവും ഉത്തരവാദിത്തപ്പെട്ട അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി അങ്ങോട്ടേക്ക് കടന്നു ചെന്ന് നിങ്ങളുടെ വാഹനം നിങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് കടന്നു വരികയാണെങ്കിൽ നമുക്ക് ഈ വിദ്യാർത്ഥികളെ രക്ഷിക്കാം, ഇവിടെ നിന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാം എന്നൊക്കെ തന്നെ ഉദ്യോഗസ്ഥരോട് പോലീസ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരോട് പറഞ്ഞ സമയത്ത് അവർ അത് പരിഗണിച്ചില്ല, അതിന് തയ്യാറായില്ല എന്ന് പോലെയുള്ള പല പരാതികൾ ഈ ഒരു ഘട്ടത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയ നാട്ടുകാരിൽ ചില ആളുകൾ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ എന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നൊക്കെ തന്നെ വരും മണിക്കൂറുകൾ നമുക്ക് ബോധ്യപ്പെടും. ഏറ്റവും സങ്കടപ്പെടുന്ന കാര്യം 4 വിദ്യാർത്ഥികളുടെ 20 വയസ്സും 21 വയസ്സും 19 വയസ്സൊക്കെ തന്നെയുള്ള 4 വിദ്യാർത്ഥികളുടെ ജീവൻ നഷ്ടമായി എന്നുള്ളതാണ്.